ഹായ് വെൽക്കം ടു സിവിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ പീസ്, അതായത് ഷോൾഡറിന്റെ താഴോട്ട് 3 പീസായിട്ട് വന്നിട്ട് താഴത്തെ ഫ്ലയറും വരും, ചെസ്റ്റ് മുതൽ സീറ്റ് വരെ ടൈറ്റിൽ വന്നിട്ട് അവിടെ നമുക്ക് നല്ല ഫ്ലയർ കൊടുത്തിട്ട് 3 പീസ് ടോപ്പ്. അതായത് ഫ്രോക്ക് കട്ടിങ് ഇല്ലാത്ത സൈസാണ്. കട്ടിങ് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഫ്രോക്കായി മാറും. ഇത് നമ്മൾ സാധാരണ ഫ്ലയർ ടോപ്പ് 3 പീസ് 3 കട്ടിങ്. അപ്പൊ അതിന്റെ കട്ടിങ് അത് ഇന്നത്തെ വീഡിയോ. അപ്പൊ അതിന് നമ്മൾ ഏകദേശം ഒരു അളവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 36 ഇഞ്ച് ലെങ്ത്, 12 ഷോൾഡർ, ഒരു 32 ചെസ്റ്റ്, 27 ഷേപ്പ്, ഒരു 14 ഇഞ്ച് കൈ സ്ലീവ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മീഡിയം സൈസ് നമുക്കിവിടെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. പീസ് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഫ്ലയർ എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക. ഫ്രീക്വൻസി നമ്മൾ മാക്സിമം ഇതിലുള്ള ഫ്ലയറിൽ ഞാൻ 3 പീസിന്റെ കട്ടിങ് കാണിച്ചുതരാം. എല്ലാവർക്കും 3 പീസ് കട്ടിങ് ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ 2 പീസുകൾ ബാക്ക് ഫ്രണ്ട് പറഞ്ഞിട്ട് 2 പീസുകൾ എടുക്കുക. 2 പീസിനെ സെൻറ്റർ മടക്കിയിട്ടിടുക. ഇത് ഫ്ലയർ കുറവായിരിക്കും. 3 പീസിന്റെ കട്ടിങ് അതിന് ഫ്ലയർ എത്രയും കൊടുക്കുക. അപ്പൊ നമ്മൾ തുണിയിൽ 2 സെന്റർ മടക്കിയിട്ട് 2 ബാക്കും ഫ്രണ്ടുമായിട്ട് സെന്റർ മടക്കിയിട്ടിട്ടുണ്ട്. ഭാഗം വയറ് സൈഡിലോട്ട് 1-2 ഇഞ്ചോളം കട്ടി കൊടുക്കണം. ഒരു റൗണ്ടിങ് കട്ടിങ് അളവ് ശ്രദ്ധിക്കുക. അപ്പൊ 36 ഇഞ്ച് ലെങ്ത്, 36ഉം 2 ഇഞ്ച് പിന്നത്തുമ്പ് കൂട്ടിയിട്ട് 38 ഇഞ്ച് ലെങ്ത് എടുക്കുക. 38 മാർക്ക് ചെയ്ത് എടുക്കുക. പിന്നെ നമുക്ക് റിഗാർഡ് 15 ഇഞ്ച് റിഗാർഡ്, ഇതിന്റെ 1 ഇഞ്ച് കുറക്കുക. 6 ഇഞ്ച് വൺ സൈഡ് റിഗാർഡിന്റെ വൺ സൈഡ്. ഇനി നമ്മളത് സീറ്റ് വരെ ഏകദേശം 20 ഇഞ്ച് സ്ലീറ്റ്. അപ്പൊ ഒരു 20 ഇഞ്ച് സ്ലീറ്റിന് 1 ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് ഒരു 20 മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബോഡി പാർട്ട് യോക്ക് വരുന്നൊരു സ്ഥാനം ഒരു 13.5, തുമ്പടക്കം 14 ഇഞ്ച് കമ്പിയിൽ മാർക്കിങ് കൊടുക്കുക. ഇനി അതിനെ സീറ്റിന്റെ അവിടെ വരക്കണമെന്നില്ല, ഷേപ്പിന്റെ അവിടെയും ചെസ്റ്റിന്റെ അവിടെയും വരച്ചു കൊടുക്കുക. അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് കൂട്ടേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 ഇഞ്ച് കൂട്ടണം. അപ്പൊ ചെസ്റ്റ് കൂടി 32 ഇഞ്ച്, 4 ഇഞ്ച് കൂട്ടുമ്പോൾ 36. 36ന്റെ വൺ സൈഡ് 9 ഇഞ്ച്. വൺ സൈഡ് ആണ് വരിക. 9 18 ഇഞ്ച് വൺ സൈഡ് വരും. അപ്പൊ 9 ഇഞ്ച് വൺ സൈഡ് എടുത്ത് ഷേപ്പ് ഒരു 27 3 ഇഞ്ച് കൂട്ടുമ്പോൾ 30 ഇഞ്ച്. വൺ സൈഡ് 7 ഇഞ്ച്. ഇനി നമുക്ക് 3 പീസിന്റെ കട്ടിങ് വരും. അതിന് 1 ഇഞ്ച് കൂടെ കൂട്ടി 1 ഇഞ്ച് 3 പീസിന്റെ കട്ടിങ് കൂടെ കൂട്ടിയെടുക്കുക. നമുക്ക് സീറ്റ് ഏകദേശം നമുക്ക് ഇതിന് സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് സീറ്റ് അത് കൊടുക്കണമെന്നില്ല. സീറ്റ് നമ്മൾ ചെസ്റ്റിനേക്കാൾ ഒരു 4 ഇഞ്ച് കൂട്ടിയെടുക്കുക. 18 ഉള്ളത് ഒരു 19, 1 ഇഞ്ച് നമ്മൾ ഇവിടെയും 19 ഇഞ്ച് വൺ സൈഡ് കൊടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ 12 ഇഞ്ച്. അപ്പോൾ 12ന്റെ പോലെ 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് 6 ഇഞ്ച്. നമ്മളെ 3 പീസിന്റെ കട്ടിങ്ങിന് 1 ഇഞ്ച് പോകും. അപ്പോൾ 6 മൊത്തത്തിൽ വൺ സൈഡ് 7 ഇഞ്ച് എടുക്കുക. അതായത് 12 ഇഞ്ച് ഷോൾഡർ, 1 ഇഞ്ച് തുമ്പ്, 1 ഇഞ്ച് നമ്മൾ കട്ടിങ്ങിന് പോകും. അപ്പൊ അങ്ങനെ മൊത്തം 7 ഇഞ്ച് വരും. 14 ഇഞ്ച് അതിലടിച്ച് ചെയ്യുമ്പോൾ 12 ഇഞ്ച് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഷോൾഡറിന്റെ അവിടുന്ന് ചെസ്റ്റിന്റെ മാർക്കിട്ട് ഇതിന്റെ അവിടെ മാർക്ക് കൊടുത്ത് നമുക്ക് ഇത് ആണ് നമ്മളെ അളവ്. ഇനി നമ്മള് കട്ടിങ്ങിൽ 1 ഇഞ്ച് പോകും. 4 ഇഞ്ച് കൂടെ കയറ്റിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സീറ്റ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് ഓപ്പൺ വരില്ല. ഇനി നമ്മൾ റിഗാർഡ് അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നോക്കി കൊടുക്കും. ഇവിടുത്തെ റിഗാർഡ് നടന്ന് നോക്കുക. 15 ഇഞ്ച് റിഗാർഡ് കിട്ടുന്നു. റൗണ്ട് ചെയ്താണ് നടക്കേണ്ടത്. 15 ഇഞ്ച് റിഗാർഡ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ ഒരു അളവ് ഉണ്ടാക്കണം. അപ്പൊ ഒരു 5.5 ഇഞ്ച് ഒരു 3 ഇഞ്ച് ബാക്ക് കിട്ടും. 3 ഇഞ്ച് ഫ്രണ്ടുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 5.5 ഇഞ്ച് ഫ്രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് റൗണ്ട് സ്ക്വയറിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 6 ഇഞ്ച് പോയി